ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്നിവിടെ പൈനാപ്പിൾ കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് കിച്ചടി തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഇതിന് വേണ്ടി ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പം മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് കുറച്ച് മധുരം കുറവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചടി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിളിൻ്റെ മുകളിൽ വരെ വെള്ളം എത്തുന്ന രീതിയിലാണ് ഇതിൽ വെള്ളം ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, അതായത് ക്യൂമിൻ സീഡ്സും, പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 എണ്ണമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ പൈനാപ്പിൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചതച്ചത്, അതായത് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി ഇവിടെ റെഡിയാണ്. എന്ത് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.